ഇപ്പം ഗണഗീതം എന്ന വാക്ക് മാറ്റി ദേശഭക്തി ഗാനം എന്നാക്കി നിങ്ങൾ നോക്ക്. എന്നിട്ട് സനോജിനോട് ചോദിക്കൂ, സനോജെ ദേശഭക്തി ഗാനം ആയാൽ നിങ്ങൾക്കിത് പാടാൻ പറ്റുമോ? അത് പറ്റില്ല. അതെങ്ങനെ പാടും? ദേശഭക്തി ഗാനം ആർക്കും പാടാം. RSS എന്നും അത് പാടും. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, RSSന്റെയാണ് ഗണഗീതം. ഗണഗീതം എന്നാൽ RSSന്റെ മാത്രമാണ്. എന്താണ് ഗണഗീതം? ഭാരതത്തിലെ കോടാനുകോടി ആൾക്കാർ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പാടിയാൽ എത്ര സുന്ദരമാണ്. അങ്ങനെ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പാടുന്നത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. ഷാഹയിൽ പാടുന്ന നിരവധി ദേശഭക്തി ഗാനങ്ങൾ വെറും സാധാരണ കൂലിപ്പണിക്കാരൻ എഴുതിയ പാട്ടുകളുണ്ട്. അത് പക്ഷെ ആരാണെന്ന് പറയാറില്ല. കാരണം അതിലെ ദേശഭക്തിക്കാണ് പ്രാധാന്യം. ആ ആളിനെ വാഴ്ത്തുക എന്നുള്ളത് ചിത്രത്തിലില്ല. സ്വദേശം എന്നത് ധ്യാനം ചെയ്യും സന്യാസിയായിടാം, ഭഗവാവൈ ജയന്തിക്കായി ഉയരും ആഹുതി ചെയ്യാം. ഗണഗീതം എന്നത് ഇത്രയൊരു വിവാദമായി വന്ന സമയത്ത് നമ്മൾ ആദ്യം പറയേണ്ട ഒരു കാര്യം, എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, RSSന്റെയാണ് ഗണഗീതം. ഗണഗീതം എന്നാൽ RSSന്റെ മാത്രമാണ്, അല്ലെങ്കിൽ അത് RSSന് വേണ്ടി മാത്രമുള്ളതാണ്, ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ് ഗണഗീതം? ഞാൻ പറഞ്ഞല്ലോ, ദേശഭക്തി ഗാനം ഇതെല്ലാം RSSകാർ എഴുതിയതല്ല. ഇപ്പം ഭാരത ഹൃദയ RSSന്റെ ശാഖയിൽ പാടാറുള്ള ഒരു പാട്ടാണ്. ധാരാളം വിദ്യാലയങ്ങൾ അത് ദേശഭക്തി ഗാനം മത്സരത്തിൽ പാടി സമ്മാനവും നേടിയിട്ടുണ്ട്. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം, നാനാവർണ്ണ മനോഹരമായൊരു രാഗമാലിക നാം. ഒന്നേ നമ്മുടെ മധുര സ്വപ്നം, ഒന്നേ സങ്കൽപ്പം, ഒന്നേ നമ്മുടെ മാനസതാരിൽ സ്പന്ദന മൃദുതന്ത്രം. കരളിൽ കാൽത്തളിർ വെയ്പ്പിലും ഒരുപോൽ ശ്രുതിലയ താളങ്ങൾ, മലയജ മധുര ശ്രുതിയിൽ പാടുക നിളയുടെ കളഗീതം. പഞ്ചമഹാനദ പഞ്ചമരാഗം നമ്മളിലുണരുന്നു, നർമ്മദ ഗംഗാ ഗോദാവരികൾ നമ്മയുണർത്തുന്നു. ഭാരത ഹൃദയ വിപഞ്ചിയിലുണരും രാഗമാലിക നാം. ഇത് ONV എഴുതിയ പാട്ടാണ്, കവിതയാണ്. ഇതിലെവിടെയാണ് RSS? ഇതിലെവിടെയാണ് വർഗീയത? ഇതിലെവിടെയാണ് ദേശവിരുദ്ധത? ഇതിലെവിടെയാണ് ആർക്കെങ്കിലും എതിരായ പഞ്ചമഹാനദ പഞ്ചമരാഗം? പഞ്ചാബിനെ കുറിച്ചാണ്, പഞ്ചനദികളുടെ നാടിനെ കുറിച്ചാണ്. അത് പഞ്ചമഹാനദ പഞ്ചമരാഗം നമ്മളിൽ ഉണരുന്നു. ഭാരതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭാരത ഹൃദയ വിപഞ്ചിയിൽ ഉണരും. നമ്മൾ ഓരോരുത്തരും ഭാരതത്തിൻ്റെ ഈ മണിവീണയിലെ രാഗങ്ങളാണ്. എത്ര സുന്ദരമായ പദങ്ങളാണ്. ഇതിൽ വർഗീയത കാണുന്നത് എത്ര ക്രൂരമാണെന്ന് ആലോചിച്ച് നോക്ക്. പഞ്ചമഹാനദ പഞ്ചമരാഗം നമ്മളിൽ ഉണരുന്നു, നർമ്മദ ഗംഗാ ഗോദാവരികൾ നമ്മെ ഉണർത്തുന്നു. ഭാരതത്തിലെ പുണ്യനദികളാണ്. അതൊക്കെ നമ്മളെ ഉണർത്തുകയാണ്, തഴുകി ഉണർത്തുകയാണ്. എത്ര സുന്ദരമായ കാവ്യഭാവനയാണ് ഇത്. ഈ ഭാരതത്തിലെ കോടാനുകോടി ആൾക്കാർ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പാടിയാൽ എത്ര സുന്ദരമാണ്. അങ്ങനെ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പാടുന്നത് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റുകാരന് ദേശഭക്തി ഗാനം സഹിക്കാൻ കഴിയില്ല. ഞാനീ പറഞ്ഞ വരികളൊക്കെ അങ്ങനത്തതല്ലേ. മറ്റൊന്നാണ്, ഇത് ONV കുറുപ്പ് എഴുതിയ പാട്ടാണ്. അതുപോലെ തന്നെ ONV കുറുപ്പ് ചൈന യുദ്ധകാലത്ത് എഴുതിയൊരു പാട്ടുണ്ട്. നമ്മെ വിളിപ്പൂ നല്ല ഹൈമവത ഭൂമി, തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമവത ഭൂമി, നക്ഷത്രക്കതിർമുടിയിൽ തിരുകും നല്ല ഹൈമവത ഭൂമി. ഇതാണ് ഭാരത രജത കിരീടം പാരിൻ ഗോപുരവാടം, ഇതാണിതാണി പുണ്യക്ഷിതിയുടെ
ഭൂവിന്ദേവ കവാടം. ഇതാണിതാണീ പുണ്യക്ഷിതിയുടെ ഭൂവിന്ദേവ കവാടം. ഇതാ ഹിമാചല ഭൂമി, ഇതാ ഹിമാചല ഭൂമി. അതിലൊരു 2 വരി മാറിപ്പോയി. മറ്റതിൻ്റെ അവസാനം എങ്ങനെയാണെന്നറിയാവോ? അദ്ദേഹം എഴുതിയത് ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ചീനപ്പടയുടെ നേരെ, കറുപ്പു തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിൻ നേരെ. ഇവിടെ പുതിയൊരു താണ്ഡവമാടാൻ വരുന്നു ഭാരതവീരൻ, വരുന്നു ഭാരതവീരൻ, വരുന്നു ഭാരതവീരൻ. അതായത് ചൈനയുടെ ആക്രമണത്തെ ചെറുക്കാൻ മുഴുവൻ ഭാരതീയരും പുതിയ താണ്ഡവമാടാൻ, കൈലാസത്തെക്കുറിച്ചാണ് ആദ്യം പാടിയത്, ശിവനെക്കുറിച്ച്. ആ ശിവതാണ്ഡവം ഓർമ്മിച്ചുകൊണ്ട് ONV കുറുപ്പ് പറയുകയാണ്, ഇവിടെ പുതിയൊരു താണ്ഡവമാടാൻ വരുന്നു ഭാരതവീരൻ. പക്ഷെ ചൈന യുദ്ധം കഴിഞ്ഞ ആ പാട്ട് പാടുന്നത് ദേശഭക്തിക്ക് മാത്രമല്ല, ഒരു മറ്റൊരു രാജ്യത്തിനെതിരാണല്ലോ. അപ്പം പരമേശ്വർജി അടക്കമുള്ളവർ ONV കുറുപ്പിനെ കണ്ട് ചോദിച്ച് ഈ 2 വരികൾ മാറ്റിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് അതിന് പകരം വരി എഴുതി തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ചീനപ്പടയുടെ നേരെ എന്നുള്ളതിന് പകരം ഇവിടെ ചതിയുടെ കാഞ്ചി വലിച്ചൊരു ശത്രുപ്പടയുടെ നേരെ. മോഹമതത്തിൽ, മറ്റേ കറുപ്പ് തിന്ന് മയങ്ങിയ മഞ്ഞ എന്നുള്ളതിന് മാറ്റിയിട്ട് മോഹമതത്തിൽ മുങ്ങി മയങ്ങിയ കാടത്തത്തിൻ നേരെ. ഇവിടെ പുതിയൊരു താണ്ഡവമാടാൻ വരുന്നു ഭാരതവീരൻ, വരുന്നു ഭാരതവീരൻ, വരുന്നു ഭാരതവീരൻ. അപ്പോൾ ചൈനയെ അവിടെ നമ്മൾ ഒഴിവാക്കി, ദേശഭക്തി മാത്രമാക്കി മാറ്റി. ഇത് ONV കുറുപ്പ് എഴുതിയ പാട്ടാണ്. അപ്പോൾ ഗീതങ്ങളിലൊക്കെ ഉള്ളത് മുഴുവൻ ഇതുപോലെ ഈ നാടിനെ ഉദ്ധരിക്കുന്ന, ഉയർത്തുന്ന പാട്ടുകളാണ്. അത് ഗണഗീതം എന്ന് ഹിന്ദിയിൽ പറഞ്ഞാൽ മലയാളത്തിൽ ദേശഭക്തി ഗാനം. ഇവർക്ക് ഹിന്ദിയോടും വിരോധമുണ്ട്. അതാണ് ഈ ഗണഗീതം എന്നിവർ പറയുന്നത്. ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞാലും അവർക്ക് കൊള്ളരുതാത്തതാണ്. ഇങ്ങനെ പലരുടെയും ഗീതങ്ങൾ, ഒത്തിരി ഹിന്ദി പാട്ട്, ഒറിയ പാട്ട്, അവിടെയൊക്കെ ഉള്ള നാടുകളിലുള്ള കവികൾ എഴുതിയ ദേശഭക്തി ഗീതങ്ങളൊക്കെ RSSൻ്റെ ശാഖയിൽ പാടുന്നുണ്ട്. അത് RSSകാർ എഴുതിയതല്ല മുഴുവനും എന്നുള്ളതാണ് പ്രധാന കാര്യം. പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്, പരമേശ്വർജിയെ പോലുള്ളവരൊക്കെ ഒരുപാട് ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ധരിച്ചിരിക്കുന്നത് വലിയ കവികൾ, ഇപ്പോൾ പരമേശ്വർജി കവിയായിരുന്നു, ജന്മനാൽ തന്നെ കവിയാണ്. അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ളവർ, അല്ലെ കവികൾ ആണ് ഈ ദേശഭക്തി ഗാനം എഴുതുന്നതെന്നാണ്. ശാഖയിൽ പാടുന്ന നിരവധി ദേശഭക്തി ഗാനങ്ങൾ വെറും സാധാരണ കൂലിപ്പണിക്കാരൻ എഴുതിയ പാട്ടുകളുണ്ട്. അത് പക്ഷെ ആരാണെന്ന് പറയാറില്ല. കാരണം അതിലെ ദേശഭക്തിക്കാണ് പ്രാധാന്യം. ആ ആളിനെ വാഴ്ത്തുക എന്നുള്ളത് ചിത്രത്തിലില്ല. ഇപ്പോൾ ഞാൻ പേര് പറയാതെ ഒരു പറയാം. പത്തനംതിട്ട ജില്ലയിലെ ഒരു BMS തൊഴിലാളി സംഘടനാ പ്രവർത്തകനായിരുന്ന ചുമതലയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹം വലിയ പണ്ഡിതനോ പ്രഭാഷകനോ കവിയോ അതിന് മുമ്പ് ശേഷം ഒന്നും എഴുതിയിട്ടില്ല. അദ്ദേഹം ഗീതം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എന്നുവെച്ചാൽ പരമേശ്വർജിയെ പോലെയുള്ള കവികൾ തൊട്ട് സർവ്വസാധാരണക്കാരായ കൂലിപ്പണിക്കാർ വരെ ദേശഭക്തി ഉള്ളിൽ നുരഞ്ഞാൽ അതവർക്ക് വികാരമായി, അത് ബുദ്ധിയിലല്ല വരിക, വികാരമാണ്, ഹൃദയത്തിലാണ് വരിക. ഈ ദേശഭക്തി എന്നുള്ളത് വികാരമാണല്ലോ, ഭക്തി വികാരമാണ്, വിചാരത്തിനപ്പുറമാണത്. അപ്പം വിചാരം കടന്നു പോയാൽ മാത്രമേ വികാരം വരൂ. പ്രാഥമിക വികാരമല്ല, ആദർശത്തിൻ്റെ വികാരം. ആ വികാരമുണ്ടായാൽ പറയാറില്ലേ, ആരെ കൊണ്ടും എന്തും ചെയ്യിപ്പിക്കും. ഇപ്പോൾ ചിലരെ കൊണ്ടത് കവിത എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ പരമേശ്വർജി മുതൽ സാധാരണ കൂലിപ്പണിക്കാരൻ വരെ ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗീതങ്ങളാണ് ശാഖയിൽ പാടുന്നത്, മറ്റുള്ളവരടക്കം പാടുന്ന ഗീതങ്ങൾ. അപ്പോൾ പരമേശ്വർജിയും ധാരാളം, ഇപ്പോൾ പരമേശ്വർജി ഉണ്ട്. ഇപ്പോൾ മരിച്ചു പോയ ചിലരുടെ പേര് മാത്രം ഞാൻ പറയാം, കാരണം അതാണ് സംഘത്തിൻ്റെ ഒരു രീതി. ഇവിടെ കങ്ങഴ, കോട്ടയം ജില്ലയുടെ കിഴക്കേ അറ്റത്ത് മണിമലയ്ക്കടുത്ത് ഇടയിരിക്കപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ട്.
ആ ഗ്രാമത്തിൽ ജനിച്ച ഒരു ഭാസ്കര പണിക്കർ സാർ, അദ്ദേഹം പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്രണ്ടൊക്കെ ആയിരുന്നു, മരിച്ചുപോയി. അദ്ദേഹം ധാരാളം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്, സുന്ദരമായ ദേശഭക്തി ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ ദേശഭക്തി ഗാനങ്ങളിൽ 2-3 ഘടകങ്ങളുണ്ടാവും. ഒന്നുകിൽ അതൊരു ഈ പറയുന്ന പോലെ ആദർശത്തിനെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുന്ന, കുട്ടികളായാലും മുതിർന്നവരായാലും ദേശഭക്തിയെ എന്നുള്ളതാണ് ഒരു ഘടകം. രണ്ടാമത് ആ ദേശഭക്തി ഉണർത്താൻ പൂർവികരായ ചരിത്ര പുരുഷന്മാർ അവരുടെ ചരിത്രം അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാംസ്കാരിക ബിംബം അതിലുണ്ടാവാം, അതല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഭാരതത്തിൻ്റെ ചരിത്രം, സംസ്കാരം, ദേശീയത, ചരിത്ര പുരുഷന്മാർ, ചരിത്ര സംഭവങ്ങൾ, സ്വാതന്ത്ര്യ സമര സന്ദർഭങ്ങൾ, ഇതെല്ലാം ചേർത്തിട്ടാണ് ഓരോ ഗീതവും ഓരോ വരിയും എഴുതുന്നത്. അത്തരം അനേകം ഗീതങ്ങൾ ഓരോരുത്തരും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പരമപവിത്രമതാമീ മണ്ണിൽ അതാണല്ലോ ഇപ്പോൾ പാടിയ പാട്ട്. അതുപോലെ വേറെയും ഇപ്പോൾ ധാരാളം അങ്ങനത്തെ 1-2 കൂടി ഞാൻ പറയാം. 1-2 വരികൾ, മുഴുവൻ പാട്ടല്ല. ഇപ്പം അമരമാകണമെൻ്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം, നിഖില വൈഭവ പൂർണ്ണമാവണം, എവിടെയും ജനജീവിതം. ആരുടെ ജീവിതമെന്നാണ്? ജനജീവിതം വൈഭവപൂർണ്ണമാകണമെന്നാണ്. അമ്പലത്തിൽ പോകുന്നവരുടെ ജീവിതം വൈഭവപൂർണ്ണമാകണമെന്നല്ല. പിന്നെ അമരമാകണം എൻ്റെ രാഷ്ട്രം, വിശ്വവിശ്രുതി നേടണം. എൻ്റെ രാഷ്ട്രം അമരമാകണം, മരിക്കരുത്, ലോകപ്രശസ്തമാകണം. ആർക്കാണതിൽ എതിർപ്പ്? നിഖില വൈഭവ പൂർണ്ണമാകണം, എവിടെയും ജനജീവിതം. എല്ലായിടത്തും, ഭാരതത്തിൽ മാത്രമൊന്നും അല്ല അതിൻ്റെ അർത്ഥം, ലോകത്തിലെല്ലായിടത്തും ജനങ്ങളുടെ ജീവിതം വൈഭവപൂർണ്ണമാകണം. എല്ലാവരും സുഖത്തോടും സന്തോഷത്തോടും കൂടി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ആ വാക്കിൻ്റെ ഒരു സാമാന്യ വരിയാണിത്. അങ്ങനെ ആയിത്തീരണം. അതിനെൻ്റെ രാഷ്ട്രം, ലോകത്തിലെല്ലാ ജനങ്ങളും സുഖകരമായി ജീവിക്കാൻ എൻ്റെ രാഷ്ട്രം വൈഭവശാലിയായി മാറണം, ലോകപ്രശസ്തമായി മാറണം എന്ന് പാടുന്ന, അത് RSSൻ്റെ ശാഖയിലെ ഒരു പാട്ടിൻ്റെ ഒരു വരിയാണ്. അതുപോലെ മറ്റൊരു വരി പറയാം. സ്വദേശം എന്നത് ധ്യാനം ചെയ്യും സന്യാസിയായിടാം, ഭഗവാവൈ ജയന്തിക്കായി ഉയിരും ആഹുതി ചെയ്യാം. ഈ വരികളിൽ അതായത് ഈ സ്വദേശം, എൻ്റെ രാജ്യം എന്ന് മാത്രം ചിന്തിക്കുന്ന സന്യാസിയായി മാറാം. സന്യാസിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണോ സന്യസിക്കുന്നത് അതിനു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ഭാരതത്തിനെ ധ്യാനിക്കുന്ന സന്യാസിമാരായി മാറുക, അത് മാത്രം ചിന്തിക്കുന്നവരായി മാറുക എന്ന് പറഞ്ഞാൽ ആർക്കാണ് അതിൽ വിരോധം? വൈരാഗ്യം ആർക്കാണ്? ഭഗവ വൈജയന്തിക്കായി ഉയിരും ജീവൻ, ഈ ദേശീയതയുടെ കൊടിക്ക് വേണ്ടി, അതിൻ്റെ സ്വാഭിമാനം അത് ഉയർത്തി നിർത്തുന്നതിന് വേണ്ടി, ദേശീയ പതാക ഉയർത്തി നിർത്തുന്നതിന് വേണ്ടി, അത് ഉയർന്നു നിൽക്കാൻ എൻ്റെ ഉയിര് തന്നെ ആഹുതി ചെയ്യാം, ജീവൻ തന്നെ, പ്രാണൻ തന്നെ ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ആ 2 വരികളിലുള്ളത്. അപ്പം അതുകൊണ്ട് ഓരോ ദേശഭക്തി ഗാനവും ഞാൻ പറഞ്ഞില്ലേ, ദേശീയതയെ ഉണർത്താൻ ഉള്ള ഒരു ദേശീയ വികാരത്തെ, കുട്ടികളാകുമ്പോൾ ഇത് പാടുമ്പോൾ അവരുടെ ഉള്ളിൽ ഇത് വികാരം നിലനിൽക്കും. ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയല്ല. പരമപവിത്രമതാമീ മണ്ണിൽ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേറെ അർത്ഥമൊന്നും പറയണ്ട. ഭാരത ഹൃദയ വിഭഞ്ചിയിൽ ഉണരും. അപ്പോൾ കുട്ടികളുടെ ഉള്ളിലത് സംഗീതമായി അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു വികാരത്തിനെയാണ് ഇവർ എതിർക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും. എന്താണെങ്കിലും ഇപ്പം ഈ ഗണഗീതം എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം മേ ബി ഇവർക്കുള്ള ഒരു പ്രശ്നം. അതാണ് സത്യം. പക്ഷെ അത് സത്യമാണെന്ന് പറഞ്ഞാലും അർത്ഥസത്യമേ ആകുള്ളൂ. ഇപ്പം ഗണം എന്ന് വെച്ചാൽ കൂട്ടമാണ്. ഗണം എന്നുള്ളത് ഹിന്ദി വാക്കാണ്. അത് മാറ്റി ദേശഭക്തി എന്നായാൽ ഇവർക്ക് സഹിക്കുമോ? കാരണം ദേശഭക്തി. ഭാരതം എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ കഴിയുമോ? പറ്റില്ല. വന്ദേ ഭാരതം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയുമോ? പറ്റില്ല.
വന്ദേ മാതരം എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ, ഇപ്പം ദേശീയ വന്ദേ മാതരത്തിനെതിരെ അവർ കലിതുള്ളി നടക്കുകയാണല്ലോ. ഇപ്പോൾ അടുത്ത ദിവസം വന്ദേ മാതരം പാടി എന്നുള്ളത് അവർക്ക് പ്രശ്നമായി. ഇപ്പം ഭാരതവന്ദനം ഇപ്പോൾ RSSൻ്റെ ശാഖയിൽ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ ഭാരതഭക്തി സ്തോത്രം എന്ന് പറയുന്ന ഒത്തിരി ശ്ലോകങ്ങളുള്ളൊരു ഭാഗമുണ്ട്. അത് പറഞ്ഞാൽ ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഭാരതഭക്തി എന്ന് പറയുന്നതിനെയാണ് ഇവർ എതിർക്കുന്നത്. അത് നിലനിന്നാൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഭാരതഭക്തി, വന്ദേ ഭാരത്, ഭാരതവന്ദേ, വന്ദേ മാതരം, ദേശഭക്തി ഗീതം എന്നൊക്കെ പറയുന്നതിനെ ഒന്നും ഇവർക്ക് താങ്ങാൻ കഴിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെയൊക്കെ എതിർക്കണമെങ്കിൽ, ഭാരതത്തെ എതിർക്കണമെങ്കിൽ, വന്ദേ മാതരത്തിനെ എതിർക്കണമെങ്കിൽ, ദേശീയതയെ എതിർക്കണമെങ്കിൽ, പുണ്യഭൂമിയെ എതിർക്കണമെങ്കിൽ, ഭാരതം എന്ന വാക്കിനെ എതിർക്കണമെങ്കിൽ, ദേശീയതയെ എതിർക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടതിനെയൊക്കെ സംഘപരിവാറാണെന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ തീവ്ര ഹിന്ദുത്വമാണെന്ന് പറഞ്ഞാൽ മതി, അല്ലെ വർഗീയതയാണെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം ഗണഗീതം എന്ന വാക്ക് മാറ്റി ദേശഭക്തി ഗാനം എന്നാക്കി നിങ്ങൾ നോക്ക്. എന്നിട്ട് സനോജിനോട് ചോദിക്കൂ, സനോജെ ദേശഭക്തി ഗാനം ആയാൽ നിങ്ങൾക്കിത് പാടാൻ പറ്റുമോ? അത് പറ്റില്ല. അതെങ്ങനെ പാടും? ദേശഭക്തി സങ്കുചിതമാണ്. അതാണ് അവരുടെ പ്രശ്നം. ദേശീയതയാണ് അവരുടെ ശത്രുത എന്ന്. ദേശീയതയെ തകർക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും. പിന്നെ അത് തീവ്ര വർഗീയവാദികൾ ഉയർത്തിയ 2 വാക്കാണ്, ദേശീയതയെ തകർക്കുക. അത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും പറഞ്ഞിട്ടുണ്ട്, സിമിയും പറഞ്ഞിട്ടുണ്ട്. ദേശീയതയെ തകർക്കുക, ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുക എന്ന് സിമിയും ജമാഅത്തെ ഇസ്ലാമിയും പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തെയും ബുദ്ധിജീവിയായ EMS നമ്പൂതിരിപ്പാടും പറഞ്ഞു, ദേശീയതയെ തകർക്കുക, ആഗോള കമ്മ്യൂണിസ്റ്റ് സാമ്രാജ്യം സ്ഥാപിക്കുക. അത് നടക്കാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന മനോവിഭ്രാന്തി, മാനസിക രോഗം ഒക്കെയാണ് അവരെ ഈ തരത്തിൽ ഭാരതത്തിനെതിരെ തിരിക്കുവാൻ കാരണം. അതിനവരൊരു മറയാക്കി നാട്ടുകാരെ പറ്റിക്കാൻ RSSൻ്റെയാണ് ദേശഭക്തി ഗാനം എന്നവർ പറയുന്നു എന്ന് മാത്രം. നാട്ടുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ദേശഭക്തി ഗാനത്തോട് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ എന്നുള്ളതാണ്. നിങ്ങൾ ദേശീയതയ്ക്കെതിരാണോ? നിങ്ങൾ വന്ദേ ഭാരതിനെതിരാണോ? നിങ്ങൾ ഭാരതവന്ദനത്തിനെതിരാണോ? ഈ ചോദ്യമാണ് ഉയർത്തേണ്ടത്. ഈ കമ്മ്യൂണിസ്റ്റ് നുണപ്രചാരണം കേട്ട് അല്പമെങ്കിലും നേരാണോ എന്ന് വിചാരിക്കുന്നവർ ഈ ചോദ്യം തിരിച്ചു ചോദിക്കണം. ഭാരതത്തിനെതിരാണോ നിങ്ങൾ? ദേശഭക്തിക്കെതിരാണോ? ആ ദേശഭക്തിക്കെതിരാണെങ്കിൽ ദേശഭക്തി ഗാനം പാടാൻ പാടില്ല. അതല്ലെങ്കിൽ ദേശഭക്തി ഗാനം ആർക്കും പാടാം, RSS എന്നും അത് പാടും. ആണെങ്കിലും ഒരു ദേശഭക്തി ഗാനമാണ് വന്ദേ ഭാരതിൽ കുട്ടികൾ പാടിയത്, അല്ലാതെ പാകിസ്ഥാനെ പുകഴ്ത്തുന്ന ഒരു ഗാനമൊന്നും ആയിരുന്നില്ല. വെറുതെ ഒരു വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഒരുപാട് നന്ദി. നമസ്കാരം.